ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് കമന്റ് ബോക്സിലെ ഖിലാഡികളെയാണ്. ഇവന് വിളിക്കാൻ പറ്റിയ ഒരു പേര് പറഞ്ഞേ. അയ്യോ, ചുച്ചുടു വാവ. ഇവന് വിളിക്കാൻ ഒരു പേര് നമുക്ക് ആടുകളുടെയും പശുക്കളുടെയും ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള നെയിം ആയിട്ടുള്ള അക്ഷയൊക്കെ പോലത്തെ ഫ്രഷ് നെയിം മണിക്കുട്ടി എന്നിടാം. ഓക്കെ, എന്താണ് ആളുകൾ ഇടുന്നത് നോട്ടെ. ചിത്രാംഗതൻ. ഈ ജുച്ചുടു മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെയാണ് ചിത്രാംഗതൻ എന്ന് പേരിടാൻ തോന്നിയത്? ഹസൻകുട്ടി താമര നമ്പ്യാർ പറമ്പിൽ ബിൻ ഹസൻ. വാട്ട്? മതസൗഹാർദ്ദാന്ന് തോന്നുന്നു. ഗോട്ടേഷ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പേര്. പിണറായിയോ? വെള്ളേഷ്. വെള്ളേഷ് അല്ലടാ, മട്ടൻ മന്തി. ഡേയ്, വെജിറ്റേറിയൻ കമന്റ്സ് ഓൺലി. ഓക്കെ. മെഹ്കെ മെഹ് മെഹ്. ആടുകൾ അങ്ങനെ വിളിച്ചാലേ വരുള്ളൂ. ഋഷി ശൃംഗൻ. ദൃഷ്ടദ്രുമ്നൻ ഇടായിരുന്നു, അത് കുറച്ചുകൂടി രസം. തങ്കൻ. തങ്കചേട്ടൻ. പാണ്ടി കരിമ്പാറയിൽ ആട്ടിൻകുട്ടി. പാണ്ടിക്കരിമ്പാറ പോലെയാ. ശംഖു. കുളുക്കുസ് പൊടി. സായിപ്പ്. ഷിപ്പായി. മെസ്സി. ഓ, മേക്ക് സെൻസ്. ഗോട്ട്. ഇതുവരെ ആരും ഇടാത്ത ഒരു പേര് ഒരു ആൺകുഞ്ഞിനിടാൻ പോവുകയാണ്. അരുത്, നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഇൻസ്റ്റാഗ്രാമിൽ കമന്റോളികളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര പരിചയമില്ല. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞില്ല, ഇനിയിപ്പോ പറഞ്ഞ കാര്യം. നമുക്ക് കമന്റിലേക്ക് കടക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കൊട്ടാരക്കരയിൽ ഹംസ, ചാട്ടുളി ബീരാൻ, നെടുമങ്ങോട് രാഘവൻ, കോടാലി ജബ്ബാർ. കുഞ്ഞു കുട്ടീനെ നോക്കിയിട്ട് ഇവൻ എങ്ങനെയാണ് വാക്കത്തി ഉസ്മാനെ വിളിക്കാൻ പറ്റുന്നത്? പിസ്റ്റൾ ഐമൂട്ടി. അരിവാൾ കോയ. ഗുണ്ടകൾക്കാണോടാ നീയൊക്കെ പേരിടുന്നത്? 22 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഓഹ്, ഏതോ പഠിപ്പിച്ചാന്ന് തോന്നുന്നു. അലവലാദിത്യൻ. ഇവന്മാർക്ക് ഇത്ര ക്രിയേറ്റിവിറ്റി എവിടുന്നാണ്? ക്രിയാറ്റിൻ അടിച്ചിട്ടാണ് ഇവന്മാർക്ക് ഇത്ര ക്രിയേറ്റിവിറ്റി കിട്ടുന്നത്. ശൂന്യൻ. വാവ്, വാട്ട് എ സിനിസ്മാറ്റിക് നെയിം. ദിസ് കുഡ് ബി എ റിയൽ ഗുഡ് നെയിം. ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അവൻ ശൂന്യൻ എന്ന് പേരിട്ടത്. അത് അവന്റെ തലയിൽ ശൂന്യമായത് കൊണ്ടാണോ? അതറിയില്ല. A1. ഇതെന്താ, ആപ്പിളിന്റെ ചിപ്പാണോ? മൈറ്റോകോൺട്രിയ. പാരസെറ്റാമോൻ. ഓ, നിനക്ക് ഞാനൊരു സ്പെഷ്യൽ പുരസ്കാരം തരും. മകനുണ്ടായ സന്തോഷത്തിൽ പോസ്റ്റ് ചെയ്തതാ. ശ്മശാന മോഹനൻ. ചെങ്കൂതി പുഷ്പൻ. ഇന്ദ്രനീലമയോലം ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലമയോലം. നന്നായി വാ. പിന്നെയും പിന്നെയും നോക്കി നിൽക്കാൻ തോന്നുന്നു. നന്ദി, നമസ്കാരം. നെന്തുവാ നീ പാണുന്നെ നിന്റെ പെണ്ണ് നൂപ്പർ. ടീസർ കൊള്ളാം, ഹോളിവുഡ് ലെവൽ. ഫ്രെയിംസ് ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു. ബട്ട് ഈ ടൈപ്പ് റോൾ എന്തോ ഒരു സുഖമില്ല. ലാലേട്ടന്റെ മുഖം തനി മലയാളി ലുക്ക്. പിന്നെ മലയാളിക്ക് കാട്ടറബി ലുക്ക് ഉണ്ടാവുമോ? കിട്ടിയില്ലേ? സ്റ്റൊമക്ക് നിറഞ്ഞില്ലേ? പ്രേക്ഷകരെ, അല്ലു അർജുൻ എന്ന സുന്നാമ. അല്ലു അർജുൻ എന്താ ചുണ്ണാമ്പ? അല്ലു അർജുൻ എന്ന സുന്നാമ അല്ല, ഇന്നോവ. അല്ലു അർജുൻ എന്ന സുന്നാമ. അല്ലു അർജുന്റെ സുന്നയോ? അല്ലു അർജുൻ എന്ന സുന്നാമ. സുമ്മാവ എന്നാണ് കേട്ടോ, തെറ്റിപ്പോയി. ഇതേപോലെ എനിക്കുണ്ട്. എന്തെങ്കിലും ഒരു മാസമായിട്ട് ഒരു സാധനം പറയാൻ നോക്കിയാല് പറഞ്ഞ സാധനം മാറിപ്പോവും. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ല, അത് പയറാണ്. ഫയറാണ്. ഗൈസ്, നിങ്ങൾക്ക് ഇത് റിലേറ്റബിൾ ആണോ? കമന്റ് ചെയ്യൂ. വിജയ് പോലൊരു താരം, അയാളുടെ കൂടെ ഏകദേശം 50-60 ദിവസമൊക്കെ ഒപ്പം ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ കൂടെ ഇരിക്കുക, ഇതിൽ നിന്ന് എന്താ അവരെങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണോ? അതോ അവരെ ഇത്ര ആഘോഷിക്കാൻ മാത്രം വിജയ് പോലുള്ള ഒരു താരമൊക്കെ എത്രമാത്രം സ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ അവരുടെ ക്രാഫ്റ്റിലാണോ മാത്യന് മനസ്സിലായിട്ടുണ്ടാവും? എന്തായിരിക്കും വിജയുടെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു 60+ ദിവസങ്ങൾ, അതിന്റെ ആകത്തുക എന്താ? ആകത്തുകയോ? എന്താണ് ചോദിച്ചത്? എന്താ ഇവർ ഉദ്ദേശിച്ചത്? വിജയിനെ 4 കൊണ്ട് ഹരിച്ച് ശിഷ്ടം 10 കൊണ്ട് ഗുണിച്ചാൽ 60ന്റെ ഗുണപട്ടികയിലെ 8ാമത്തെ വരി കിട്ടും. അത് ഒരിക്കലും ആകത്തുകയാവില്ല. അപ്പോൾ വിജയ് ഡിവൈഡഡ് ബൈ 60 × 8 - 4 = 9,87,673.45. ഇതാണ് ആകത്തുക. വിജയ് പ്ലസ് ടൈം ട്രാവൽ പ്ലസ് 60 പ്ലസ് ദിവസം = ആകത്തുക. LHS = RHS. ഹെൻസ് പ്രൂവ്ഡ്. ഞാൻ PSC പരീക്ഷയ്ക്ക് പോലും ഇത്ര ഉയർത്തിട്ടില്ലടാ തെണ്ടി. ദിസ് ഈസ് എക്സാക്ട്ലി PSC ക്വസ്റ്റ്യൻ. PSCയിൽ ക്വസ്റ്റ്യൻ വന്നതിന്റെ ഫ്രസ്ട്രേഷൻ ഇവൻ ഇന്റർവ്യൂക്ക് തീർക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇന്റർവ്യൂയിലേക്കുള്ള മുഴുവൻ ചോദ്യം 30 സെക്കൻഡ് കൊണ്ട് ചോദിച്ചു തീർത്തു. അതെ, ഇവനെ കന്നാസ് റെക്കോർഡിൽ ഇടം കൊടുക്കാം. ഈ ചോദ്യത്തിന് എന്താ കുഴപ്പം? അല്ല, അങ്ങനെ ചോദിച്ചാ വിജയുടെ കൂടെ ടൈം ട്രാവൽ ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചത്. ആദ്യം ചോദ്യം അയാൾ വൈഡാക്കി. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് വെറുതെ ചളി അടിക്കുന്ന കുറെ എണ്ണമുണ്ട്. എന്തായാലും അതിനേക്കാൾ മികച്ചതാണ്. അത് ശരിയാ. ഓപ്ഷൻ സി ആണോ ആൻസർ? ആകത്തുക എന്ന് പറയുമ്പോൾ ഡീസൽ 12,000, ഫുഡ് പിന്നെ ഫ്രീ ആണല്ലോ. അല്ലറ ചില്ലറ ചെലവൊക്കെ കൂട്ടിയ ആകത്തുക ഒരു 15,000 രൂപ. ഉത്തരത്തെക്കാൾ വലിയ ചോദ്യം, അതാണ് ഇവന്റെ സ്പെഷ്യാലിറ്റി. റൈറ്റ്, ഹി ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ സൊല്യൂഷൻ. സിനിമയിൽ കയറിയാലെങ്കിലും PSC ചോദ്യങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാത്യു. പക്ഷേ ഇത് കേരളമാണ്.
നമ്മുടെ ആചാര്യൻ ക്രിസ്റ്റോഫർ നോളൻ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, ജസ്റ്റ് ഫീൽ ഇറ്റ് എന്നാണ്. അതാണ് എനിക്കും ഇവിടെ പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതിൽ വരുന്ന കമൻസുകൾ, ഇതൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള കമൻറ്റോളികൾ ലോകം കാണണമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത് ഗൈസ്. അല്ലാതെ എനിക്ക് വ്യൂസ് കിട്ടാനെന്നല്ല. അപ്പോൾ താങ്ക് യു ഗൈസ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ 2 മില്യണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്, ഒന്നും നോക്കണ്ട. ബൈ.